ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്കൂൾ ക്രാഫ്റ്റ് ആണ്. മെയിനായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഒരു എക്സാം പാഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡോ കട്ടിയുള്ള എന്തെങ്കിലും വേണം. ഞാൻ എടുത്തിരിക്കുന്നത് കേക്ക് ബോർഡാണ്. പിന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു ബോർഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഒരു ബോർഡ് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്ത് കൊടുക്കരുത്. ഒന്നുകിൽ ഏറ്റവും എൻഡിലായിട്ട്, അതായത് 4 സൈഡ്സിലായിട്ട് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാം. പിന്നെ സെൻറ്ററിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പണി കിട്ടും. അത് നിങ്ങൾക്ക് ലാസ്റ്റോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിങ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറേ നേരം അതിങ്ങനെ വച്ച് പിടിപ്പിച്ച് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു കവറിങ് പരിപാടി ചെയ്ത് തീർത്തത്. അവസാനം ബാക്കിലും കൂടെ ഒരു കവറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ, ഞാൻ ഗ്ലൂ ആക്കിയ അതേ പൊസിഷനിൽ അവിടെ ഒരു മാർക്ക് വന്ന് കിടക്കുന്നത് കാണുന്നില്ലേ? അതാണ് പറഞ്ഞത്. ആദ്യം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കോട്ടൊക്കെ എഴുതി കൊടുക്കാം. എക്സാം അല്ലേ, അപ്പോൾ നല്ലൊരു കോട്ട തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. ഇറ്റ്സ് ടൈം ടു ഷൈൻ ലൈക്ക് എ സ്റ്റാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്ത വേറൊരു അബദ്ധം പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ 2 കോർണേഴ്സിൽ ചെറിയൊരു കട്ട് പോലെ കാണുന്നില്ലേ, അത് മടക്കിൽ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. മടക്കിയിട്ട് നമ്മൾ ബാക്കിൽ ഗ്ലൂ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡ്സിൽ. അപ്പോൾ അവിടെ വന്നൊരു മിസ്റ്റേക്കാണ് അത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കുറച്ച് ക്ലൗഡ്സ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇതെന്തിനാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഒരു ഷീറ്റ് വെച്ചത് കവർ ചെയ്യണം. ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്യണം. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ അത് കവർ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ചുളിവ് വീണാൽ പിന്നെ അത് മാറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ട് ബോർഡ് ഇരിക്കുന്നുണ്ട്, ആ മുകളിലത്തെ 2 കോർണേഴ്സ് ഒഴികെ. അപ്പോൾ വെറും ചാർട്ട് പേപ്പർ മാത്രമായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു വെള്ളമോ മറ്റോ വീണ് കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ എപ്പോഴും അതൊന്ന് വാട്ടർ പ്രൂഫാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മുകളിൽ അതൊന്ന് പേപ്പറൊക്കെ ക്ലിപ്പ് ചെയ്യാനൊരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ അത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഐസ്ക്രീം സ്റ്റിക്സ് പോലത്തെ എന്തെങ്കിലും ഒരു ഇതെടുക്കാം. എന്നിട്ട് 2 ഒരുപോലെ പിടിച്ചിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെറിയ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കണം. അത് നല്ലപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ നല്ലപോലെ റബ്ബർ ബാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാം. അതിങ്ങനെ ചുരുട്ടി മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുക. അതാണ് വേണ്ടത്. ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ഓപ്പൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്ലിപ്പിനെയും ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ കാർഡ്ബോർഡ് പീസ് ആ ഒരു ബോർഡിൻ്റെ അതേ കളറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ചാർട്ട് പേപ്പറിൽ തന്നെയാണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എക്സാം പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമായി. ആ ഷൈനിങ് വരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു കളറും തീമും ഇഷ്ടമായോ എന്ന് എന്തായാലും പറയണം. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലിയർ പൗച്ചാണ്. നമുക്ക് ഈയിടെ വന്നൊരു കമൻറ്റാണ്, ക്ലിയർ പൗച്ച് നമ്മൾ ഇതുവരെ ചെയ്തില്ലല്ലോ, അതൊന്നും ഉണ്ടാക്കാമോ എന്ന്. അപ്പം ഈ ഒരു സംഭവം എനിക്കും വലിയ പിടിയൊന്നുമില്ല. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഗ്ലാസ് ഷീറ്റ് വേണം, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം. അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്യാൻ പോകുമ്പോഴും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെടുത്തു, ജാമ്പവാൻ്റെ കാലത്തുള്ള ഒരു ഫയലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇത് നമുക്ക് ഒരു പൗച്ചിൻ്റെ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കാണുമ്പോൾ ഇത് വളരെ പഴയതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിനെ എങ്ങനെയെങ്കിലും മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്.
കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അതൊന്നും ഉണ്ടാക്കിയെടുക്കണമല്ലോ. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അവസാനം ഒരു പൗച്ചിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ടോ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫയലായതുകൊണ്ട് താഴത്തെ ഭാഗം ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ടാപ്പ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കലാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ കുറച്ചൊരു മെനക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പഴയ ഗ്ലിറ്റർ നെയിൽ പോളിഷ് തന്നെയാണ് എടുത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതാദ്യം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഏറ്റില്ല. അപ്പോൾ പിന്നെ വീണ്ടും മറ്റേ ഗ്ലിറ്ററും എടുത്തിട്ട് വന്നു, നമ്മുടെ ആ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഉണ്ടല്ലോ അത്. അപ്പം നേരത്തെ എക്സാം പാഡിൽ ചെയ്തപ്പോൾ ഭംഗിയുണ്ടായിരുന്നല്ലോ എന്ന് കരുതിയിട്ട് എടുത്തിട്ട് വന്നതാണ്, പക്ഷേ ഇവിടെ ചിരിപ്പോയി. അപ്പോൾ എങ്ങനെ ചെയ്തിട്ടും അതൊരു മെനക്കാവുന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ ഗ്ലിറ്റർ എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു, നമ്മുടെ ഗോൾഡൻ കളർ ഗ്ലിറ്റർ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. കൊളായി എന്ന് പറഞ്ഞാൽ കൊളായി നശിച്ചു. അപ്പോൾ നമ്മുടെ എക്സാം പാഡിൽ നമ്മൾ ചെയ്ത ആ ഒരു ഗ്ലൂവിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെയും കവർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെയും കവർ ചെയ്ത് കൊടുത്തു, ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ സെക്യൂർ ആവുമല്ലോ, സൈഡൊക്കെ ഒന്നുകൂടെ സെക്യൂർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതും കൂടെ ഞാൻ കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഗ്ലിറ്റർ അവിടെ നിൽക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ചെയ്തത്, പക്ഷെ ഒന്നും ആയിട്ടില്ല, കൊളായി നശിച്ചു, ഒരു വഴിക്കായി. അവസാനം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്റ്റോൺസ് എടുത്തു, നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പം ഒരു വിധം എങ്ങനെയല്ലോ ഒരു ചെറിയൊരു ഭംഗി കിട്ടി. ഇതേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. സ്റ്റോൺസൊക്കെ സൈഡ്സിലൊക്കെ ഒട്ടിച്ചു. പിന്നെ നമ്മുടെ മാലയുടേതെങ്ങാനും ഒരു ലോക്കറ്റാണ് ആ മുകളിൽ കാണുന്നത്. പിന്നെ അതുപോലെ ചെറിയൊരു റോസ് ഫ്ലവർ താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണിത് സെക്യൂർ ആക്കുന്നത്. ഇതുപോലെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഇതുകൊണ്ടുള്ള ഏക ഉപകാരം എന്താണെന്നറിയോ, എക്സാമിനൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പൗച്ച് ഓപ്പൺ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ട്രാൻസ്പെറൻ്റ് ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്രാഫ്റ്റിലേക്ക് കിടക്കാം. ഇതൊരു ഉപകാരമുള്ള സാധനമാണ്, നമ്മുടെ എക്സാം പ്ലാനറാണ്. അപ്പോൾ അതൊരു ബുക്ക് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലാനർ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറംചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം. ഞാൻ കുക്കീസിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ, കുറച്ച് A4 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ ചെയ്ത് പിൻ ചെയ്ത് മാറ്റി വെക്കാം, അത് ഉണങ്ങി കിട്ടുന്ന സമയം വരെ. ഇനി നമുക്ക് നെക്സ്റ്റ് യുദ്ധത്തിന് സമയമായി നമ്മുടെ പുറംചട്ട കുറച്ച് ഭംഗിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ എടുത്ത അതേ ചാർട്ട് പേപ്പർ തന്നെയാണ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഡാർക്ക് ബ്ലൂ ആണല്ലോ നമ്മൾ ബേസ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ ആകുമ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ കുക്കീസിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ബെസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഭംഗിയാക്കുന്നതിലും ഒന്നുമല്ല കാര്യം, നിങ്ങൾ മര്യാദയ്ക്ക് കുത്തിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്ലാനർ ഉണ്ടാക്കി, എക്സാം പാഡ് ഉണ്ടാക്കി, പൗച്ച് ഉണ്ടാക്കി, ഇങ്ങനെയൊന്നും സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളത് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ഗ്രിഡ് ലൈൻ പോലെയാണ് കൊടുക്കുന്നത്. ചെറിയൊരു ലൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ഗ്രിഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ, എക്സാം പ്ലാനർ എഴുതുന്നുണ്ട്, ചെറിയൊരു മോട്ടിവേഷണൽ ക്വാട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പുറത്ത് ചെയ്യുന്നത്. പിന്നെ എന്താ, നമ്മൾ നേരത്തെ ഗ്ലൂ ചെയ്ത് മാറ്റി വെച്ചത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു 3 ബുക്ക് മാർക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡും യെലോവും ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേജ് കഴിഞ്ഞിട്ട് നമ്മൾ ആ റെഡ് ഒട്ടിക്കുക. അപ്പോൾ അത്രയും പേജിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതിനകത്ത് എഴുതേണ്ടത്. പിന്നെ ഗ്രീനിൽ എഴുതേണ്ടത് നമ്മൾ നന്നായി പഠിച്ച ആ ഒരു ഭാഗങ്ങളാണ് ഗ്രീനിൽ എഴുതേണ്ടത്. പിന്നെ യെല്ലോയിൽ നമ്മൾ കുറച്ച് പഠിച്ചു കുറച്ച് പഠിച്ചില്ല എന്നുള്ള രീതിയിൽ വരുന്നതാണ് യെല്ലോയിൽ എഴുതേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത്രയാണ് എക്സാം പ്ലാനറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയതൊക്കെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സാം പാഡ്, പിന്നെ ഒരു പൗച്ച്, പിന്നെ ഒരു എക്സാം പ്ലാനർ. ഇത് 3 നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.